എ ബോഡി ഓഫ് മാസ് 14 kilogram initially at rest explode and break into 3 fragments of masses in the ratio 2:2:3. 14 kilogram ഇനീഷ്യലി റെസ്റ്റിലുള്ള ഒരു മാസ് എക്സ്പ്ലോഡ് ചെയ്യുന്നു 2:2:3 റേഷ്യോയിൽ. ദി 2 pieces of equal mass fly off perpendicular to each other വിത്ത് എ സ്പീഡ് 18 meter per second. അപ്പം 2:2 റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്ത മാസുകൾ ഒരേ വെലോസിറ്റിയിൽ പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്നു 18 meter per second സ്പീഡിൽ. എങ്കിൽ വെലോസിറ്റി ഓഫ് ഹെവിയർ ഫ്രാഗ്മെന്റ് ഈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് 14 kilogram ആണ് മാസ്, 2:2:3 റേഷ്യോയിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മാസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ M1 is equal to M2, രണ്ടുപേരുടെയും മാസ് ഈക്വൽ റേഷ്യോയിലാണ് സ്പ്ലിറ്റ് ചെയ്തത്. അപ്പം കണ്ടുപിടിക്കാവുന്നത് നമുക്ക് രണ്ടുപേരും 2 ആണ് റേഷ്യോ. ടോട്ടൽ 2 + 2 + 3 7 ആണ്. ഇൻറ്റു ടോട്ടൽ മാസ് എത്രയാ? 14. അപ്പോൾ M1ഉം M2 നമുക്ക് എത്ര കിട്ടും? 4 kilogram ഈച്ച്. അപ്പോൾ 4 + 4 8 ആയി. ദെൻ ടോട്ടലി 14. അപ്പോൾ നമുക്ക് M3 റിമൈനിങ് എത്ര വരും? 6 kilogram. 2:2:3 റേഷ്യോ എന്ന് പറഞ്ഞപ്പോൾ M1 4 kilogram, M2 4 kilogram, M3 6 kilogram. ഇനി ഇവിടെ എക്സ്പ്ലോഷൻ നടക്കുന്നത് നോട്ട് ഡ്യൂ ടു എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ്. ഇവിടെ ഇന്റേണലി ആണ് എന്ത് എക്സ്പ്ലോഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് നെറ്റ് ലീനിയർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 3 പീസുകളാണ്. 3 പീസുകളുടെ ഇനീഷ്യൽ എന്ന് പറയുന്ന ബിഗ്ഗർ മാസിന്റെ ഇനീഷ്യൽ മൊമെന്റവും പീസുകളുടെ ഫൈനൽ ടോട്ടൽ മൊമെന്റവും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പോൾ എങ്ങനെയാണ്? ഇനീഷ്യൽ മൊമെന്റം 0 ആണ്, കാരണം എക്സ്പ്ലോഡ് അറ്റ് റെസ്റ്റ് എന്നാണ് പറഞ്ഞത്. ദെൻ ഇസ് ഈക്വൽ ടു 3 പീസുകളാണ്. P1 പ്ലസ് വെക്ടോറിയലി തന്നെ ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് P3. അപ്പോൾ P1 + P2 + P3. ഇനി 3 വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് 0 ആവുന്നത് എപ്പോഴാണ്? ഏതെങ്കിലും 2 വെക്ടറുകളുടെ സമ്മ് മൂന്നാമത്തതിന് ഈക്വലും ഓപ്പോസിറ്റും ആകുമ്പോഴാണ്. ദി റിസൾട്ടന്റ് ഓഫ് 3 വെക്ടേഴ്സ് ക്യാൻ ബി 0 ഇഫ് എനി ഓഫ് വെക്ടർ is equal and opposite in sum of other 2 vectors. Okay, എങ്കിൽ P1 + P2 ഈ 2 വെക്ടേഴ്സിന്റെ സം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദി തേർഡ് വൺ. ഓക്കെ, നമ്മൾ ചോദിച്ചത് തേർഡ് വൺ. P1ഉം P2ഉം ഞാൻ എന്ത് ചെയ്തു? M1ഉം M2ന്റെയും മൊമെന്റം എടുത്തു. P3 എന്നത് ഹെവിയർ മാസിന്റെ മൊമെന്റം എടുത്തു. ഓക്കെ, ഈ 2 വെക്ടേഴ്സ് ആണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പം മോഡുലസ് എടുക്കുകയാണെങ്കിൽ എന്തായി? 2 വെക്ടേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ √of P1² + P2². ദാറ്റ്സ് ഞാൻ മോഡുലസിനെ പരിഗണിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു വരാം P3. മാത്രമല്ല 2 ആളുടെയും, അതായത് M1ന്റെയും M2ന്റെയും മാസ് 4 kilogram ആണ്. ദേ ആർ മൂവിങ് സെയിം സ്പീഡ് 18 meter per second ആണ്. അപ്പൊ നോക്കിയേ, 2 വെക്ടേഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? P1ഉം P2ഉം ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ √of P² + P² is equal to ആരാ? P3. ദാറ്റ് മീൻസ് √2P is equal to ആരാ? P3. ഇനി P എന്ന് പറയുന്ന ആരായിരുന്നു? MV ആണ്. ജനറലി ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ആണ്. ശരിയല്ലേ? ഓക്കെ, അപ്പൊ √2 മാസ് എത്രയായിരുന്നു? ലൈറ്റർ 4. എത്രയാ വെലോസിറ്റി? 18. ആൻഡ് ഇസ് ഈക്വൽ ടു ഹെവിയർ മാസ് എത്രയാ? 6. അയാളുടെ വെലോസിറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത് V. ഓക്കെ, അപ്പൊ നമുക്ക് എന്തുണ്ട് ഇവിടെ? 18ഉം 6ഉം ഇത് 3 വരും. അപ്പോൾ V
ഇസ് ഈക്വൽ ടു എന്തെന്നാ വരിക 3 into 4 12√2 മീറ്റർ പെർ സെക്കൻഡിലാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ആൻസർ 12√2 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ?